ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വീട്ടിൽ ഉമ്മ ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇക്കനോട് ഞാൻ പറഞ്ഞു നമുക്കൊന്ന് റംല കുഞ്ഞാമിൻ്റെ അവിടെ പോയി വന്നാൽ. ഞാൻ കുഞ്ഞാമിൻ്റെ അടുത്ത് സൗദി പോണതിൻ്റെ മുന്നേ പോയതാണ് കേട്ടോ. അതിന് ശേഷം പ്രഗ്നൻ്റ് ആയി നാട്ടിലെത്തിയപ്പോൾ ഒന്നും ഞാൻ അവിടെ പോയില്ല. ഉപ്പൻ്റെ പെങ്ങളെ വീട്ടിലാണ് കേട്ടോ. പെട്ടെന്ന് കണ്ടപ്പോഴുള്ള റംല കുഞ്ഞാമിൻ്റെ സന്തോഷമാണ്. ഏടാ വാച്ച് വീഡിയോയിൽ കാണിച്ചോണ്ടാ നമുക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. നോക്കട്ടെ, ഇത് ഇന്നലെ വാങ്ങിയതാ. ചെപ്പോ നല്ല റസ്ലത്താ വന്നോടത്ത് എന്താ പരിപാടി? നല്ല പച്ചമാങ്ങ ഉപ്പും മുളകും പിന്നെ വേണ്ടേ നല്ല ചേലമാങ്ങ. ആദ്യ മുളക് ഇട്ട് തിന്നെ എടുക്കണം കേട്ടോ. എടുത്താ പോരെ? പച്ചമാങ്ങ പച്ചമാങ്ങ നട്ടുമാവില മാങ്ങ പാടുക. പച്ചമാങ്ങ പച്ചമാങ്ങ മുളക് പൊടി നല്ല റെഡ് ചില്ലി. പാട്ടേ പാട്ടാ വെള്ളം ചാക്കിലാക്കി ഇതിലേക്ക് വെള്ളം ഒഴിക്കല്ലേ. വെള്ളം ഒഴിക്കാൻ വരുന്നു. എടാ ഇതില് വെളിച്ചെണ്ണ ഒഴിക്കുക, വെള്ളല്ല. അനക്ക് കുടിക്കാനാ? മാമിക്ക് ഓർമ്മല്ല. ഇത് പൊടി കിട്ടി കിട്ടി. ഇനി പറഞ്ഞു ഇക്കൻ്റെ ഉപ്പക്ക് 4 പെങ്ങന്മാരാണ് കേട്ടോ. ഈ 4 പെങ്ങന്മാരെ വീട്ടിൽ വന്നാലും ഞാൻ ഇങ്ങനെയാണ്, ഭയങ്കര ഫ്രീഡത്തോട് കൂടിയിട്ടാട്ടോ. നമ്മൾ സാധാരണ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിലൊക്കെ പോയാൽ ഭയങ്കര ഒരു സൈലൻ്റായി ഒരു സ്റ്റാൻഡേർഡൊക്കെ പോയി സൈലൻറ്റ് നിൽക്കലല്ലേ. ഞാൻ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. 4 ആൾ അതേപോലെ തന്നെ കേട്ടോ. ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയാണ്. നമുക്ക് നമ്മുടെ ഒരു ഹോംലി ഫീലാണ് കേട്ടോ. ഇവിടെയൊക്കെ പോയാൽ നമ്മൾ നന്നായി ഇതിങ്ങനെ കുഴക്കുക. ഇതിനൊരു സ്മെല്ലുണ്ടാവും. അത് നാവ് തോലോളി കേട്ടോ. നമുക്കെല്ലാവർക്കും പോയി എടങ്ങി വരുന്നില്ലടാ പൊട്ട. ആ വെള്ളം എടുത്തോട് മതി. എന്നത് ഇവിടെ ആണെങ്കിൽ നല്ല വയലോരാണ് കേട്ടോ. അപ്പം നല്ല പച്ചമാങ്ങ ഒക്കെ കിട്ടും. അപ്പം ആദ്യം നല്ല ചേലമാങ്ങ സ്ലൈസാക്കി അരിച്ച് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിച്ച് ഇപ്പം അതാ കുറച്ച് കഴിഞ്ഞപ്പോൾ കുഞ്ഞാമി ഫുഡ് എടുത്ത് വെച്ച് ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ചേരം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടായൊറ്റൊന്നും ന്യൂസ് കണ്ടില്ല. അപ്പൊ മരിക്കുന്ന പേടിയായപ്പോ ന്യൂസ് കാണുക. ഞാൻ ഈ കുഞ്ഞാമിൻ്റെ അവിടെ പോയ സമയത്ത് പാകിസ്ഥാനും ഇന്ത്യയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. നമ്മുടെ ഇന്ത്യയിലേക്ക് ഇപ്പം ബോംബ് പൊട്ടും എന്നുള്ള പേടിയിലായിരുന്നു അല്ലേ എല്ലാവരും. പക്ഷേ നമ്മുടെ ഇന്ത്യൻ ആർമി സ്ട്രോങ് ആണെടോ. അങ്ങനൊന്നും നമ്മളൊന്നും ചെയ്യാനാവില്ല. അങ്ങനെ ഞങ്ങൾ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. രാത്രി ആയി കഴിഞ്ഞാൽ മോന് ഉറക്കിൻ്റെ ഒരു തുച്ചിയിലും ഒരു അപ്പോഴേക്ക് വീട് പിടിക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഓനെ പിടിച്ചാൽ കിട്ടൂല.
ആ പോവാ, എന്നാ ഞങ്ങൾ പോയാ ഇനി അവിടെ ഐസ്ക്രീം തിന്നാടെ നിന്നോ. ഓൻ ഐസ്ക്രീം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പോകുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലും എത്തി ഗായ്സ് ഷൂട്ടിംഗ്. നമ്മളെ നാട്ടിൽ വന്നതല്ലേ, പോയി നോക്കില്ലേ മോശമല്ലേ, ചിലപ്പോൾ സിനിമയിലൊക്കെ എടുത്താലോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓടി പോയി കുറേ നേരം അവിടെ പോയി വായി നോക്കി നിന്ന് തിരിച്ചു പോന്നു. നമ്മളറിയാത്ത കുറേ പുതുമുഖങ്ങളാണ് കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല, ഓലെ വെറുതെ സ്വീപ്പാക്കണ്ടെന്ന് വിചാരിച്ച് ഞങ്ങളൊക്കെ തിരിച്ചു പോന്നു. കുറേ ആൾക്കാർ അവിടെ നിന്ന് ഇങ്ങനെ വായി നോക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തെ ഇമ്മ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മനോട് ഞാൻ എപ്പോഴോ പറയുന്നത് നമുക്ക് മൈരിബ് നിസ്കരിച്ചിട്ടൊന്ന് ഇവിടെ 199 കുന്നമംഗലുണ്ട്, അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാമെന്ന്. ഈ സൗദിയിലെത്തിയ സമയത്ത് ഈ അഞ്ചറിയാൽ കടയിൽ പോയി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാധനങ്ങളൊന്നും എടുത്തില്ലെങ്കിൽ അവിടെ പോയി അതും ഇതൊക്കെ ഒന്ന് തൊട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ അമ്മനോട് നമുക്കൊന്ന് വാങ്ങുമൊന്നും വേണ്ട, നമുക്കൊന്ന് ഇങ്ങനെ എല്ലാ സാധനവും നോക്കി അങ്ങനെ പോവാന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ വന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് വന്നത്. കാരണം ഈ ബോർഡിൽ അത്യാവശ്യം ഇത്ര വില കുറവ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഇവർ പറഞ്ഞത്. പക്ഷേ ഒക്കെ പറ്റ മോശം സാധനങ്ങളാണ്. ഈ പലാസോ പാൻറ്റൊക്കെ എനിക്ക് തോന്നുന്നത് യൂസ്ഡ് ആണെന്ന്. മീൻസ് ബോയ്സിൻ്റെ ഷർട്ടൊക്കെ ഫുൾ മണ്ണും എന്താ പറയുക കീറിയ അടയാളങ്ങളും, പിന്നെ ഇങ്ങനെ മടുക്ക് കുത്തിയ ഈ ഒരു ഭാഗത്തൊക്കെ ഭയങ്കര കീറിയ ഒരു മോഡലൊക്കെ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂസ്ഡ് ആണെന്ന്. ആരും ഇവിടെ മുന്നിലെ ബോർഡ് കണ്ടിട്ട് പോകാൻ നിൽക്കണ്ട. ഇങ്ങനത്തെ ഫാൻസി ഐറ്റംസ് ഒക്കെ അത്യാവശ്യം നല്ല സാധനങ്ങളുണ്ട്, പക്ഷേ തുണിത്തരങ്ങളൊക്കെ പറ്റ മോശമാണ്. എൻ്റെ കെട്ടിയനോട് പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോർഡ് കണ്ട് പോകണമെന്നില്ല, ഒക്കെ ലോക്കൽ സാധനമായിരിക്കും. നമ്മുടെ പെണ്ണുങ്ങൾ പിന്നെ പ്രത്യേകിച്ച് വിലക്കുറവുണ്ടെന്ന് കേട്ട് അങ്ങോട്ട് പാഞ്ഞു പോകുമല്ലോ. പിന്നെ ഏതായാലും കഷ്ടപ്പെട്ട് വന്നതല്ലേ എന്ന് വെച്ച് നല്ലൊരു മോപ്പ് എടുത്ത് ഞാൻ കണ്ടോ. പലവസോക്കൊക്കെ 69 രൂപയാണ് ഇവരിവിടെ എഴുതിയത്. മറ്റേ മോശമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ പച്ചക്കറിക്കടെ കയറിയത്. ഏതായാലും വന്നതല്ലേ, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി. ഇവിടെ നല്ല വിലക്കുറവാണ് കേട്ടോ. ഈ കുന്നമംഗലം നമ്മുടെ ഓഡിറ്റോറിയത്തിൻ്റെ കല്യാണ മണ്ഡപമല്ലേ, അതിൻ്റെ അടുത്തായിട്ട് ഒരു പച്ചക്കറിക്കട ഉണ്ട്. അത്യാവശ്യം നല്ല വിലക്കുറവാണ്. നമ്മൾ നോർമൽ പച്ചക്കറിക്കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിനേക്കാളും ഒരു 10 രൂപ 20 രൂപയൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ സാധനങ്ങൾക്ക്. അങ്ങനെ അവിടുന്ന് സാധനമൊക്കെ വാങ്ങി. ഇത്രയും നേരം എടുത്തതുകൊണ്ട് മോനെ ഇനി നിൽക്കും തോന്നുന്നില്ല. നിമിഷവും കച്ചറ ഉണ്ടാക്കാനുള്ള നിപ്പിലാണ്. ഡേറ്റ് കണ്ടിട്ട് നോക്കുക. അപ്പോൾ ഉണ്ട് കണ്ടിട്ട് നോക്കണം, നമുക്ക് പേടിയാണ് കേട്ടോ. ഇവിടെ നിർത്തി കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. അങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. അത്യാവശ്യം നല്ല ടൈം ആയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്കിന് കുറച്ച് സാധനമൊക്കെ വാങ്ങി നേരം വൈകിയതുകൊണ്ട് നമ്മൾ പോവാ. ബാബേ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നാളെ വേറൊരു വീഡിയോയിൽ വരാം. താത്ത പറയും. താത്ത ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.